ഇന്ന് നമ്മൾ രാവിലെ ഒരു വീഡിയോ എടുക്കാൻ പോകണമെന്ന് വെച്ചാൽ ഞാൻ പിള്ളേരെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോവാണ്. അന്നേരം മോക്കേനെ കൊണ്ടുപോവാണ്. അപ്പൊ കുറെ നാളെ ഇവര് പറയുന്നത് നമ്മുടെ എടുക്കാൻ ഒന്ന് കട്ട് ചെയ്തേ മോനെ. ഓക്കെ, അങ്ങനെ ജോക്കൂട്ടനും എസ്തറും മോക്കയും ഞാനും ഞങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണ്. ജോക്കൂട്ട എന്നാ അങ്ങനെ നമ്മൾ മോക്കേനെയും കൊണ്ട് സ്കൂളിലേക്ക് പോവുകയാണ്. എസ്തറാണ് മോക്കേനെ പിടിച്ചിരിക്കുന്നത്. മോക്ക ഓടിപ്പോകാൻ സാധ്യതയുണ്ട്, അത് കാരണമാണ് മോക്കേനെ ലീസൊക്കെ ഇടിയിച്ചേക്കുന്നത്. ബൈ. ആ ഓക്കെ, ബൈ. നമ്മൾ പോവുകയാണ്. മോക്കേനെ പിടിച്ചിരിക്കുന്നത് നമ്മുടെ ജോക്കൂട്ടനാണ്. ഇവരുടെ സ്കൂൾ ഇവിടെ തൊട്ടടുത്താണ്, അതുകൊണ്ട് നമുക്ക് അങ്ങ് നടന്നു പോകാവുന്നതാണുള്ളൂ. സാധാരണ എനിക്ക് തേഴ്സ്ഡേ ഡ്യൂട്ടിയാണ്. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ സെഷണൽ ലെക്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് തേഴ്സ്ഡേസ്. പക്ഷേ ഇപ്പോൾ ഇവിടെ സെമസ്റ്റർ കഴിഞ്ഞു, അപ്പം അതിൻ്റെ ബ്രേക്കാണ്. അതുകൊണ്ട് ഇന്നെനിക്ക് ഡ്യൂട്ടി ഇല്ല. മോക്കാം മോക്ക ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ നിൽക്കും എന്ന് ഞാൻ എനിക്കൊരു വാണിംഗ് തന്നായിരുന്നു. വാ മോക്ക. ഇവിടെ നിന്ന് കുറച്ച് പോയാൽ മതി അവരുടെ സ്കൂളിലേക്ക്. നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്നൊരു ഷോർട്ട് കട്ടാണത്. ശരിക്കും നടന്നിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ്സ്, പക്ഷേ മോക്കയുടെ കൂടെ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 15 മിനിറ്റ്സ് വരെ എടുത്തുനിന്നിരിക്കും അല്ലേ? കറക്റ്റല്ലേ മോക്ക? ജോക്കൂട്ടനാണ് പിടിച്ചിരിക്കുന്നത് മോക്കേനെ. വീഡിയോ എടുക്കുന്നോണ്ടാണ് മോക്ക് ഇത്രയും നമ്മളെ ഡ്രാഗ് ചെയ്യുന്നത്. നമ്മൾ ഓടുവാണെങ്കിൽ മോക്ക പിന്നെയും കൂടെ ഓടും, നടക്കുവാണെങ്കിൽ മോക്ക പതുക്കെ നിൽക്കും. അതുകൊണ്ടാണ് അവരൊന്ന് പതുക്കെ ഓടി തുടങ്ങിയത്. മോക്കൊരു മോർണിംഗ് എക്സസൈസ് വേണം. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മോക്ക പെട്ടെന്ന് ക്ഷീണിക്കും. എൻ്റെയും ഒരു ചെറിയ മോർണിംഗ് വോക്ക് എന്ന് നമുക്ക് പറയാം. എന്ന് ശരിക്കും പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല കേട്ടോ. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ പതുക്കെ പതുക്കല്ലേ നടക്കുള്ളൂ. ഇവിടെ രാവിലെ ആളുകൾ നല്ല സ്പീഡിൽ നടക്കുന്നതാണ്. നല്ല തണുപ്പുണ്ടേ. ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം എന്നെ നിങ്ങൾക്ക് ആർക്കും കാണാൻ പറ്റുന്നില്ല. ഇതൊരു മലയാളി ഫാമിലിയുടെ വീടാട്ടോ. കണ്ട അവരുടെ വീട്ടുപേര് എഴുതി വെച്ചിട്ടുണ്ട്, ബദേൽ എന്നാണ്. ചെടിയുണ്ട്, എന്ത് ഭംഗിയാന്നൊക്കെ. ഈ ഇതിൻ്റെ ലീഫാണ് ഈ റെഡ് കളറിൽ നിൽക്കുന്നത്. പൂക്കളൊന്നും ഉണ്ടാവില്ല.
നമ്മൾ ഏകദേശം ഒരു മെയിൻ റോഡിൻ്റെ അടുത്തേക്ക് എത്തി. റെക്കോർഡ് ചെയ്യേണ്ടതാണ്. അവരുടെ സ്കൂളിൻ്റെ അടുക്കാറായി നമ്മൾ. ഇത് നമ്മുടെ ഫ്രണ്ട് മിനിച്ചേച്ചിയുടെയൊക്കെ വീടാണ്. ജോളിച്ചേട്ടൻ്റെയും മിനിച്ചേച്ചിയുടെയും വീടാണ്. അവരൊക്കെ ഡ്യൂട്ടിക്ക് പോയെന്ന് തോന്നുന്നു. ജോക്കൂട്ടിന് എന്തെങ്കിലും പറഞ്ഞ ഹലോ. മോക്ക എസ്സാൻ്റെ സ്കൂളിൽ എത്തുമ്പോഴത്തേക്ക് അമ്മ നിർത്തും കേട്ടോ. അതൊരു ചർച്ചാണ്. അതൊരു അർമേനിയൻ പെന്തക്കോസ്റ്റൽ ചർച്ചാണ്. നിങ്ങളതിൻ്റെ കുരിശ് കണ്ടോ മേളിൽ? അവിടെ ഒത്തിരി ആളുകൾ രാവിലെ തന്നെ സർവീസ് ഉണ്ടെന്ന് തോന്നുന്നു അവർക്ക്. ആളുകളൊക്കെ കാർ പാർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. ചർച്ച് പിന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ്. മോക്ക നല്ല സ്പീഡിൽ ഓടുവാണ്. എന്താണാവോ കാരണം. പിള്ളേരെ സ്കൂളിൽ കൊണ്ടേ ആക്കിയില്ല. ഈ റോഡിൻ്റെ അറ്റത്താണ് നമ്മുടെ വീട്. നമ്മൾ വന്ന വഴി തന്നെ. എന്തായാലും ഈ രാവിലത്തെ നടത്തം ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടെന്ന്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു സ്ലീപ്പി മൂഡൊക്കെ ആയിരുന്നു. പുറത്തിറങ്ങിയപ്പോഴേക്കും ആൾ ആക്റ്റീവായി. എനിക്ക് ചെറിയ സംശയമുണ്ട്. മോക്കല്ല വഴി അറിയാവുന്നു. മോക്കൊരൊറ്റ ഓട്ടമായിരുന്നു കേട്ടോ. നമ്മൾ പെട്ടെന്ന് നമ്മൾ വരെ എത്തിയതായിരുന്നു. എന്നാ എൻ്റെ വീട് അവിടെയാണ്. എനിക്ക് തോന്നുന്നു ഈ ആളുകൾ ഡോഗിനെയും കൊണ്ടൊക്കെ നടക്കാൻ പോകുന്ന വഴിയാണ് ഇതൊക്കെ. അപ്പം ചിലപ്പോൾ നോക്കുമല്ല സ്മെല്ലും കിട്ടി കാണുമായിരിക്കും ഇതിന് മുമ്പ് പോയ നല്ല പട്ടുകൾ. അതാണോ സംശയമുണ്ട് ഈ മണം പിടിച്ചുള്ള ഓട്ടം. മോക്കയ്ക്ക് നമ്മുടെ വീട് അറിയാൻ നോക്കട്ടെ. നല്ല രസമല്ലേ യെല്ലോ ഫ്ലവർ കാണാൻ. നല്ല ഭംഗിയുണ്ട്. ആക്ച്വലി നമ്മുടെ വീട് ഇതാണ് കേട്ടോ. ഞാനൊരു ദിവസം നമ്മുടെ ഹോം ടൂറിൻ്റെ വീഡിയോ ഇറക്കുന്നതായിരിക്കും. ഹോം ടൂറിൻ്റെ വീഡിയോ ഇറക്കാവോ എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ വീട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. മോക്കയ്ക്ക് നമ്മുടെ വീടൊക്കെ മനസ്സിലായി. മോക്ക ഓടി കയറുവാണ് വീട്ടിൽ തന്നെ. ഓക്കെ
ഇത്രയും നേരം നമ്മൾ പുറത്തേക്കൂടെ നടന്ന ഓടി വന്നിട്ട് ഇതേ മോക്ക ചൂശി വെക്കാൻ വേണ്ടി കയറി ഇരിക്കുക. അവളുടെ ഊതിക്കോളാമേ. കണ്ടോ മോക്കയുടെ ശുശിക്കോട്ടാണത്. നേരെ മെടുക്കി കുട്ടിയായിട്ട് മോക്ക ടോയ്ലറ്റിലിരിക്കുന്ന സീനാണിത്. ഇവിടെയാണ് മോക്കയുടെ ഒരു ശുശി വെക്കുന്ന സ്ഥലം. എൻ്റെ മോക്കൂട്ടാ, എനിക്ക് പ്രൈവസി ഇല്ലെന്ന് മോക്ക ചോദിക്കുന്നതിനോട്. ഓക്കെ ബൈ. പപ്പ തിരക്ക് പിടിച്ച് ഓഫീസിൽ പോകാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ സാഹചര്യമല്ല. താങ്ക് യു. പറഞ്ഞില്ല അങ്ങനെ ഞാനും മോക്കയും തനിച്ചായി. അപ്പം വയറിൽ പോയി ഇപ്പോൾ പോവാണ്. മോക്ക കരയണ്ട. മോക്കയുടെ മൂളലൊക്കെ ഞാൻ കേട്ടു. നമ്മൾ രണ്ടുപേരും തന്നെ ഉള്ളൂ. നന്നായിട്ട് ബിഹേവ് ചെയ്തോളണം. എനിക്കൊരു ദിവസം ഒരു ഡേ ഓഫ് കിട്ടിയതാണ്. മോക്കയുടെ കരച്ചിലാണ്. പപ്പ ഓഫീസിൽ പോയതിൻ്റെ കരച്ചിലാണത്. അതുകൊണ്ട് പറയും മോക്ക പോരെ, വാരം കിടക്കട്ടെ. മോക്കയ്ക്ക് ഏറ്റവും ഇഷ്ടം ആക്ച്വലി ഇച്ചാനെ തന്നെയാണ്. ഇച്ചാൻ പോകുമ്പോൾ ഒരു സങ്കടവും വിഷമൊക്കെ ഉണ്ട് മോക്കയ്ക്ക്. ഇങ്ങ് പോരെ ബാ. പാവം മോക്ക സങ്കടപ്പെട്ടിരിക്കുക. മോക്കയുടെ കൂട്ടുകാരൊക്കെ പോയി. ആണോ മോക്കെ? എന്നാലും ഞാൻ ഓർത്ത് നിനക്ക് ഏറ്റവും ഇഷ്ടം എന്നെയാണ്. ഞാനിങ്ങനെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ കരയാറുണ്ടോ? വളരെ സങ്കടപ്പെട്ടുള്ള ഇരിപ്പ് കണ്ടിട്ട് തന്നെ വിഷമം തോന്നുന്നു. വാ പുറത്തോട്ട് പോവാം. വാ, കളിക്കാനും പറ്റില്ലേ? എന്നവിടെ കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആയി. നമ്മളൊന്നും കൂടെ എസ്തറിൻ്റെ സ്കൂളിൽ പോവുകയാണ് കേട്ടോ. എന്നാന്ന് വെച്ചാൽ എസ്തർ ഒരു സാധനം എടുത്തുകൊണ്ട് പോകാൻ മറന്നുപോയി. അപ്പം എനിക്ക് ടെക്സ്റ്റ് ചെയ്തു, അമ്മ കൊണ്ടുവന്ന് തരാമെന്ന് വെച്ചു. അപ്പം മോക്കേനെ കൊണ്ടുപോകാതെ ഞാൻ മോക്കയ്ക്ക് TV വെച്ച് കൊടുത്തേക്കുക. മോക്കയ്ക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. ഈ സാധനം ഇതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇത് ആക്ച്വലി എന്താണെന്നുള്ളത് ഞാൻ തുറന്ന് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ. മോക്ക വരുന്നതിന് മുമ്പ് അറിയുന്നതിന് മുമ്പ് നമുക്ക് പോകാം. അതുകൊണ്ട് ഞാൻ കാറിൻ്റെ കീഴിൽ നേരെ വണ്ടിക്ക് പോവാണ്. കാരണം മോക്കാച്ചി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ പോന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും. ഗരാജ് തുറക്കുക. സംഭവം ചായ സ്കൂൾ തൊട്ടടുത്താണ്. പക്ഷെ എന്നാലും നമുക്ക് ഇതെടുത്ത് കൊണ്ടുപോയി നല്ല ഹെവിയാണ്. ഇവിടെ വല്ല എടുത്തുകൊണ്ട് പോകാനായിട്ട്. അതുകൊണ്ട് നമുക്ക് കാറിൽ പോയാൽ മതി. അവിടെ ഇരുന്നോളും. മോക്ക എവിടെയാണെന്നൊന്ന് ഉറപ്പാക്കിയിട്ട് വരാം. അതൊക്കെ നിൽക്കുകയാണ് മോക്കെ. അവിടെ തന്നെ പതുക്കെ മോങ്ങി തുടങ്ങി. ഇതെങ്ങാനും കണ്ടാൽ പിള്ളേർ ഉച്ചാനും എന്നെ വെച്ചേക്കില്ല. പക്ഷെ ഞാൻ വേഗം വരും. അത് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. നമ്മൾ ഗരാജ് താത്തുകയാണ്. ഇതൊക്കെ ഇപ്പം നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ വന്നപ്പോൾ ഈ ഹോസ്റ്റലിൽ വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഈ ഗരാജ് ഇങ്ങനെ റിമോട്ട് വെച്ച് തുറക്കുകയും അടയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ കോമൺ ആയിരിക്കും ഇപ്പോൾ ഇതൊക്കെ. ഞാൻ വന്നെന്ന് പറഞ്ഞിട്ട് വർഷങ്ങൾ കുറേയായി. 18 വർഷമായി ഞാനിവിടെ വന്നിട്ട്. 2006 അന്നുള്ള നാടല്ല ഇന്ന്. അതുകൊണ്ട് തന്നെ നാട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ മാറ്റമായി തോന്നാറുണ്ട്. നമ്മൾ കുട്ടികളുടെ സ്കൂളിലേക്ക് പോവുകയാണ്. ആക്ച്വലി ഞാൻ ആദ്യം ഈ സ്റ്റിക്കും പിടിച്ചുകൊണ്ട് സ്കൂളിൻ്റെ വീഡിയോ എടുക്കാൻ പോയപ്പോൾ എൻ്റെ അടുത്ത് മക്കൾ പറഞ്ഞു, അമ്മ അങ്ങനെയൊന്നും ചെയ്യരുത്, അതൊക്കെ ഒരു ഷെയിമാണ് എന്ന് പറഞ്ഞ് അവരെന്നെ കൊണ്ട് വീഡിയോ ഒക്കെ ക്യാൻസൽ ചെയ്യിച്ചു. ദൈവം എത്ര വലിയവനെന്ന് നോക്കിക്കേ. എസ്തർ ഒരു സാധനം എടുക്കാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെയും സ്കൂളിൽ പോകേണ്ടി വന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ തൊട്ടടുത്താണ് സ്കൂളോടുന്ന്. നമ്മൾ നടന്നു പോയത്
വേറൊരു റൂട്ടിൽ കൂടിയാണ്. ഇപ്പോൾ നമ്മൾ പോകുന്നത് വേറെ റൂട്ടാണ്. അവിടെ നമ്മൾ മെയിൻ റോഡിൽ വന്ന് കയറി, നമ്മൾ ആ നടന്നു വന്നപ്പോൾ ഉള്ള റോഡിൻ്റെ അടുത്തിട്ട് വന്ന് കയറി. ഇതാണ് മക്കൾ പഠിക്കുന്ന സ്കൂൾ. ഇതിനെ മാറാനാത്ത ക്രിസ്ത്യൻ സ്കൂൾ എന്നാണ് അതിൻ്റെ പേര്. ഗേറ്റൊക്കെ തുറന്നു കിടക്കുന്നുണ്ട്. ഇതൊരു വലിയ ക്യാമ്പസാണ്. ഇവർക്ക് 3 ക്യാമ്പസ് ഉണ്ടായിരുന്നു. അതിലിപ്പോൾ 2 ഉള്ളൂ. ഒരെണ്ണം അവർ സെയിൽ ചെയ്തു ലാസ്റ്റ് ഇയർ. അപ്പം ഇവിടെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്താൽ മതി. ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവർ എസ്താറിൻ്റെ പേര് വിളിച്ച് എസ്താറിനെ വരുത്തും. എന്നിട്ട് കൊണ്ടുപോയി കൊടുക്കും. എന്തായാലും വാക്കിംഗ് സ്റ്റിക്ക് കൊണ്ട് വന്നാൽ എന്താണെങ്കിലും സ്റ്റിക്ക് കൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എസ്താർ അങ്ങനെ അത് കണ്ടാൽ അത് മതി എന്നോട് വഴക്കിടാനായിട്ട്. അതുകൊണ്ട് വീഡിയോ തിരിച്ച് വന്നിട്ട് റിസ്യൂം ചെയ്യാം. ബൈ. ഓക്കെ, ഞാനത് അങ്ങനെ റിട്ടേൺ ചെയ്തു. ഇനി നമ്മൾ പോവുകയാണ്. തുടങ്ങിയത് കാരണം ഒരൊറ്റ കുഴപ്പമുള്ള ഒരു സ്റ്റുഡൻസും ഔട്ട്സൈഡിലില്ല. ഭയങ്കര സൈലൻസ് ആണ് എല്ലായിടത്തും. ഇതൊക്കെ സ്റ്റാഫിൻ്റെ ഒക്കെ വണ്ടികളായിരിക്കും കിടക്കുന്നത്. സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. ഇതിൽ കൂടെ ആയിരുന്നു നമ്മൾ നടന്നു പോയത്. പക്ഷെ നമ്മൾ വണ്ടിക്ക് പോകുമ്പോൾ നേരെ പോകണം. നേരെ പോയിട്ട് കറങ്ങി വരണം. നമ്മുടെ വീട്. ഞാൻ ഇതിൻ്റെ ഗരാജ് തുറക്കട്ടെ. മിക്കവാറും മോക്കിരുന്ന് കരച്ചിലായിരിക്കാം. ഓക്കെ, ഇന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്കിവിടെ ചെടി നടാനുണ്ട് കുറച്ച്. പിന്നെ ഒരു വെഡ്ഡിങ് വരുന്നുണ്ട്. അതിന് വേണ്ടി ഒരു സാരി ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്. അത് വാങ്ങിക്കാൻ പോകണം. പിന്നെ എനിക്കിന്നൊരു ആഗ്രഹമുണ്ട്, കുറച്ച് പപ്സ് ഉണ്ടാക്കി വെക്കണമെന്ന്. അതൊരു സർപ്രൈസാണ്. പിള്ളേരോടും ആരോടും പറഞ്ഞിട്ടില്ല. ഒന്ന് പറ്റുമെങ്കിൽ അതുണ്ടാക്കണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് പതുക്കെ അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ എൻ്റെ പണികളൊന്നും നടക്കില്ല. നോക്കട്ടെ കേട്ടോ. മോക്കെ എന്നെ എടുക്കണേനെ കൊണ്ട് ഞങ്ങൾ കാണിച്ചു തരാം. അത് ക്യാൻസൽ ചെയ്യാം. ലോക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ തൊട്ടാൽ മതി. ലോക്ക്ഡൗൺ ലൈറ്റൊക്കെ തന്നെ ഓഫ് ആയിക്കോളും. മോക്കെ എന്നെ എടുന്ന് നോക്കട്ടെ. കരച്ചിലാണോ എന്ന് നോക്കാം. ടി വി ഒക്കെ വെച്ച് കൊടുത്തിട്ട് പോകണം. പാവടാ നോക്കി നിൽക്കുക. കരച്ചിലൊന്നും ഇല്ലായിരുന്നു. വന്നു മോക്ക. ഓൾ ഗുഡ്. പാവം വാലാട്ടുന്നത് അതിൻ്റെ സ്നേഹം കാണിക്കുന്നതാണ്.
ആ എവിടെയായിരുന്നു എന്നാണോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ ബായ് പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഉണ്ട് എല്ലാവർക്കും. താങ്ക് യു.